ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീട്ടിൽ നന്നായിട്ട് പഴുത്ത് കളറൊക്കെ മാറിയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പഴം ചിലവാവുകയും ചെയ്യും. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴം, ഒരു മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നേന്ത്രപ്പഴത്തിന് പകരമായിട്ട് ചെറുപഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ചെയ്താലും ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്മാഷർ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഓവറായിട്ട് അരഞ്ഞു പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ പഴം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഴം അത്യാവശ്യം മധുരമുള്ളത് കാരണം 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. പഞ്ചസാര ചേർത്തതിന് ശേഷം ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയുടെ പ്രത്യേക ഒരു അളവൊന്നും പറയുന്നില്ല. ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ റവയാണ്. അപ്പോൾ റവ ചേർത്ത് കൊടുക്കുന്നത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണ കൂടുതൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് പാലുണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായി പോവരുത്, അങ്ങനെയാകുമ്പോൾ കൂടുതൽ പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം 1/2 കപ്പ് മൈദ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കുറച്ച് കട്ടിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ അത്രയും തന്നെ മൈദ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് പാകം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇനി മൈദക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ മൈദയും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സ്ട്രക്ചർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. പിന്നെ അരിപ്പൊടിയും മൈദ കൂടെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മതിയാവും, കൂടി പോവരുത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണിൽ മാവ് എടുത്തിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. വലിയ ബോൾസാക്കി ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ചെറിയ ബോൾസാക്കി ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് താഴ്ഭാഗം ഏകദേശമൊക്കെ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് 2 ഭാഗവും ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ കയ്യിൽ ഏതെങ്കിലും നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു മാവിലേക്ക് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇടയ്ക്ക് അതൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. 2 ഭാഗവും ബ്രൗൺ കളറായി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് പഴുത്ത പഴം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഇഞ്ചിയപ്പമാണ്. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.